എല്ലാവർക്കും കളേഴ്സ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ധന്യ മോട്ടോഴ്സ് എന്ന ബസ്സിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ്. എരുമേലിയിലാണ് ധന്യ മോട്ടോഴ്സിൻ്റെ കേന്ദ്രം. തിരുവല്ലയിൽ നിന്നും റാന്നി വഴി എരുമേലി, മുണ്ടക്കയം എന്നീ സ്ഥലങ്ങളിലോട്ടാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. ഈ ബസ് ഇതിനു മുമ്പ് നാരായണംതോട്ടിലോട്ടും സർവീസ് നടത്തിയിരുന്നു. എന്നാൽ അത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ആദ്യം തന്നെ വണ്ടി വന്നു, ഇളകിയ പുട്ടി ഭാഗങ്ങളെല്ലാം ഇളക്കിക്കളഞ്ഞ് അവിടെയും വണ്ടി മുഴുവൻ ഡീസൽ ഒഴിച്ചോ അല്ലെങ്കിൽ ടർപ്പനൊഴിച്ചോ കഴുകി ബോഡി ഫില്ലർ ഇടേണ്ടടുത്തെല്ലാം ബോഡി ഫില്ലർ ഇട്ട് പേപ്പർ പിടിച്ച് നൈസ് ചെയ്യുന്നു. അതിനുശേഷം ഗ്ലാസുകളും ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും എല്ലാം തന്നെ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് അണ്ടർകോട്ട് അടിക്കുന്ന ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. ബോഡി ഫില്ലർ ഉപയോഗിച്ച് തന്നെയാണ് ഇതിൻ്റെ ചളുക്കങ്ങളെല്ലാം ലെവൽ ചെയ്തിരിക്കുന്നത്. ചോക്കുപൊടി ചേർക്കാറില്ല. 2018 കൊറോണ സമയത്ത് ഈ ബസ് പൊളിച്ചു പണിതാണ്. രണ്ട് വശങ്ങളിലും പൊളിച്ചു പണിത് ഒറ്റത്തകടാക്കുകയും ഫ്രണ്ടും ബാക്കും വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. എന്നാൽ ഫ്രണ്ടും ബാക്കും പൊളിച്ചു പണിതു, മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. 2018 ശേഷം വലിയ വർക്കുകളൊന്നും ഈ വണ്ടിയിൽ ചെയ്തിട്ടില്ല. പെയിൻറ്റിങ് വർക്കുകൾ മാത്രമാണ് നടന്നു പോകുന്നത്. ഇതിനു മുമ്പ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് പെയിൻറ്റ് അടിച്ചിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ശകലം വ്യത്യാസപ്പെടുത്തി ഡാർക്ക് ഷെയ്ഡാണ് ഈ വാഹനത്തിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഷെയ്ഡ് ബ്ലൂ പെയിൻ്റാണ് ഈ വാഹനത്തിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ധന്യ മോട്ടോഴ്സ് എന്ന പേരും പഴയ രീതിയിൽ തന്നെയാണ് സ്റ്റിക്കർ ചെയ്തിരിക്കുന്നത്. 40 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പെർമിറ്റാണിത്. അന്ന് എങ്ങനെയാണോ പേര് കിടന്നത് ആ രീതിയിൽ തന്നെയാണ് ഇന്നും ആ വാഹനത്തിൻ്റെ പേര് സ്റ്റിക്കർ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഗോൾഡൻ ഫിലിം ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഫ്രണ്ട് പേര് ചെയ്തിരിക്കുന്നത്. അകത്തുനിന്നാണ് ഈ രണ്ട് സ്റ്റിക്കറുകളും ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ഫിലിം ഒട്ടിക്കുന്നു, അതിനകത്തൂടെ ഗോൾഡൻ ഫിലിം ഒട്ടിക്കുന്നു. വൈപ്പർ അടിച്ച് പേര് ഇളകി പോകുകയില്ല. കൂടാതെ ലാസ്റ്റിങ്ങും കൂടുതലായിരിക്കും. വണ്ടിയുടെ ഫുൾ അണ്ടർകോട്ട് അടിച്ച് ഫുള്ള് ബ്ലൂ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം വൈറ്റ് ലൈൻ ഇടാനുള്ള സ്റ്റിക്കർ വർക്കുകൾ അല്ലെങ്കിൽ ടേപ്പ് ഉപയോഗിച്ച് അതിൻ്റെ അളവ് അനുസരിച്ച് പെയിൻറ്റ് ചെയ്യുന്നു. വലിയ ആർഭാടങ്ങളൊന്നും ഈ വാഹനത്തിൽ ചെയ്തിട്ടില്ല. ഓൾട്ടർനേഷൻ വർക്കുകളോട് തീരെ ഇവർക്ക് താല്പര്യമില്ല. സ്റ്റിക്കർ വർക്കിനോടും ഇവർക്ക് വലിയ താല്പര്യമില്ല. അത്യാവശ്യം വാഹനത്തിൽ വേണ്ട റൂട്ട്, സൈഡിലത്തെ റൂട്ട് റാന്നി, തിരുവല്ല, എരുമേലി, മുണ്ടക്കയം എന്ന റൂട്ടും ബാക്കിൽ ധന്യ മോട്ടോഴ്സ് എന്ന അവരുടെ അഡ്രസ്സും, കൂടാതെ ഫ്രണ്ടിൽ ഹരേ കൃഷ്ണ എന്ന 2 സ്റ്റിക്കറും, അതിന് തൊട്ടപ്പുറത്തായി 2 ആലിലയും. ഇത്രയും മാത്രമാണ് അവരുടെ വാഹനത്തിൽ പണ്ട് മുതലേ സ്റ്റിക്കർ ചെയ്ത് വന്നിട്ടുള്ളത്. ബൈക്ക് ഗ്ലാസ്സിലാണെങ്കിൽ തന്നെയും റൂട്ടൊന്നും സ്റ്റിക്കർ ചെയ്തിട്ടില്ല. ബൈക്കിൽ റൂട്ട് ബോർഡ് ഗ്ലാസ്സിൽ മാത്രം സ്റ്റിക്കർ റൂട്ട് കാണിച്ചിട്ടുണ്ട്. തിരുവല്ല, റാന്നി, എരുമേലി, മുണ്ടക്കയം എന്ന റൂട്ട് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. മണ്ഡലകാല സീസണിലാണ് ഇവരുടെ വാഹനം ടെസ്റ്റിങ്ങിനായി കയറ്റുന്നത്. ചങ്ങനാശ്ശേരി തെങ്ങനായിൽ പ്രവർത്തിക്കുന്ന റോയൽ ബോഡി വർക്സിലാണ് ഈ വാഹനം പെയിൻറ്റിങ്ങിനായി കൊണ്ടുവന്നിരിക്കുന്നത്. റോയൽ ബോഡി വർക്സ് തന്നെയാണ് ഈ വാഹനം 2018 കാലങ്ങളിൽ പൊളിച്ചു പണിതത്. ഒരു 10 വർഷം മുകളിലായി ഞാൻ ഇവരുടെ വാഹനം സ്റ്റിക്കർ ചെയ്യുന്നു. പണ്ട് എങ്ങനെയാണോ സ്റ്റിക്കർ ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. ഒരു മാറ്റവും ഇതിൽ വരുത്തുന്നില്ല. അങ്ങനെ പെയിൻറ്റിങ്ങും സ്റ്റിക്കർ വർക്കും എല്ലാം കഴിഞ്ഞ് വാഹനം അവരുടെ കേന്ദ്രമായ എരുമേലിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എരുമേലിയിൽ നിന്നും ആ ഭാഗങ്ങളിൽ നിന്നും നിരവധി ബസ്സുകൾ റോയൽ ബോഡി വർക്സിൽ വന്ന് പെയിൻറ്റിങ് വർക്കുകളും ബോഡി വർക്കുകളും ചെയ്തു പോകുന്നുണ്ട്. ബസ്സിനകത്ത് കുറച്ച് സീറ്റുകളുടെ കുഷൻ മാറണമായിരുന്നു. കുറച്ച് സീറ്റുകൾ ഇളക്കമുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി പുതിയ ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുന്ന ജോലികൾ മാത്രമാണ് അകത്തുണ്ടായിരുന്നത്. കൂടാതെ അകത്ത് 2-3 വെട്ടം തെളിച്ചം കൂടുതലുള്ള 2-3 ടോപ്പ് ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിരുന്നു. ഇത്രയും മാത്രമാണ് അകത്തെ ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെയിൻറ്റിംഗ് ആയിരുന്നു മെയിനായിട്ടുള്ളത്. അല്ലാതെ വലിയ ബോഡി പണികളൊന്നും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജോലികളെല്ലാം പൂർത്തിയാക്കി ആ വാഹനം എരുമേലിയിലേക്ക് കൊണ്ടുപോവുകയാണ്.
ഈ വാഹനത്തിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ചും സ്റ്റിക്കർ വർക്കിനെ കുറിച്ചും ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ ഈ ചാനലിൻ്റെ മറ്റു വീഡിയോകൾ കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു.